കേരള തമിഴ്നാട് അതിർത്തിയായ വാളയാർ പുതുപ്പതിയിൽ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടെ ട്രെയിനിടിച്ച് പിടിയാനയും കുട്ടിയാനയും ചെരിഞ്ഞു. അർദ്ധരാത്രി 12:30 കൂടിയാണ് അപകടമുണ്ടായത്. പുതുപ്പതി റെയിൽവേ ട്രാക്കിലാണ് അപകടം നടന്നത്. മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് പാലക്കാടും ചേർക്കുകയാണ്. സന്തോഷ്, ദാരുണമായ കാഴ്ചയാണ്. പിടിയാനയും കുട്ടിയാനയും ചെരിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവാണ്. പലവട്ടം ഇവിടെ ഈ കാട്ടാനകൾ അപകടത്തിൽ പെടുന്ന സ്ഥലം കൂടിയാണല്ലേ? മനു, ഈ മേഖല എന്ന് പറയുന്നത് സാധാരണ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി വനം വകുപ്പ് ഫെൻസിംഗ് ഒക്കെ നടത്തിയിരുന്നു. അങ്ങനെ ഇച്ചിരി അപകടങ്ങൾ കുറഞ്ഞു വരുന്ന സമയമായിരുന്നു. പക്ഷെ ഈ മേഖലയിൽ ഇപ്പൊ അപകടം നടക്കുന്ന മേഖലയിൽ ഫെൻസിംഗ് ഉണ്ടായിരുന്നില്ല എന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. അതായത് ഈ ചാവടിപ്പാറ ജനവാസ മേഖലയിൽ നിന്ന് കുട്ടിയാനയും അമ്മയാനയും മടങ്ങി വരുമ്പോഴാണ്, അല്പം ഉയർന്നൊരു റെയിൽവേ ട്രാക്കാണ്, അവിടേക്കാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ട്രെയിനിന് മുമ്പിൽ എത്തി. ഈ ലോക്കോ പൈലറ്റിന് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ട്രെയിൻ ഇതിന്റെ മുകളിൽ കൂടി, ആനയുടെയും കുട്ടിയാനയുടെ മുകളിൽ കൂടി ഇടിച്ച് കയറി അങ്ങ് പോവുകയായിരുന്നു. അതായത് ഈ അപകടം സ്പോട്ടിലേക്ക് വനംവകുപ്പൊക്കെ എത്തുമ്പോൾ എഞ്ചിന്റെ അടിയിലാണ് കുട്ടിയാനയും ആനയും. അവിടെ നിന്ന് എടുക്കാനൊക്കെ വളരെ പ്രയാസപ്പെട്ടു. ഏകദേശം 20 മിനിറ്റോളം മറ്റ് ട്രെയിനുകളൊക്കെ നിർത്തിയിട്ട് വളരെ പ്രയാസപ്പെട്ടാണ് ഇവര് പുറത്ത് ഈ ജനങ്ങൾ എടുത്തത്. ഒരു ട്രാക്കിലൂടെയായിരുന്നു പിന്നീട് ഈ ട്രെയിൻ ഗതാഗതമൊക്കെ പുനഃസ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഇത് ഏകദേശം തമിഴ്നാടിന്റെ ഭാഗത്തായിട്ട് വരും. കേരള തമിഴ്നാട് അതിർത്തിയിലാണ്, തമിഴ്നാടിന്റെ ഭാഗത്തായിട്ട് വരും. ഈ ഇവിടെ വനമേഖലയില് വേറൊരു ഭാഗ്യം എന്ന് പറയുന്നത്, വനമേഖല ആയതുകൊണ്ട് തന്നെ ഇവിടെ ട്രെയിനിന് വേഗം കുറച്ചു പോകണമെന്നാണ് ചട്ടം. അത് പ്രകാരം വേഗം കുറച്ചു വന്നതുകൊണ്ടാണ് ട്രെയിൻ ഈ ആനയുടെ മുകളിൽ കയറി ഇറങ്ങിയിട്ട് പോലും ട്രാക്ക് തെറ്റാതെ പോയത്. അങ്ങനെ ട്രാക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് വേറൊരു തരത്തിലുള്ള അപകടത്തിലേക്ക് ആകുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ രണ്ട് ജനങ്ങളും സമീപത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഉന്നത ഫോറസ്റ്റ് അധികൃതരൊക്കെ എത്തിയതിനു ശേഷമാണ് സംസ്കാരത്തിന്റെ രീതിയൊക്കെ തീരുമാനിക്കുക. വളരെ വേദനിപ്പിക്കുന്നതാണ്. അമ്മയാനയും കുട്ടിയാനയുമാണ് മരണപ്പെട്ടിരിക്കുന്നത്, ചെറിഞ്ഞിരിക്കുന്നത്. ട്രെയിനിടിച്ചാണ് അപകടം സംഭവിച്ചത്. ഈ പ്രദേശം പതിവായി ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഈ റെയിൽ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന ഇടം കൂടിയാണ്. പലപ്പോഴും ഇങ്ങനെ അപകടം സംഭവിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അവിടെ കുറേ ഇടങ്ങളിലൊക്കെ ഫെൻസിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ ചിലയിടങ്ങളിൽ ഫെൻസിംഗ് ഒക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ കടന്നു വന്നൊരു അമ്മയാനയും കുട്ടിയാനയുമാണ് ഇപ്പോൾ ഈ ചെരിഞ്ഞത്. വലിയ ദുരന്തമാണ് ഉണ്ടായത്. മറ്റൊരു ദുരന്തം ഒഴിവാവുകയും ചെയ്തു. കാരണം ട്രെയിൻ അത്രമേൽ സ്പീഡിലല്ലാത്തത് കൊണ്ടാണ് ഈ ആനകളുടെ മുകളിലൂടെ കയറി ഇറങ്ങിയിട്ടും പാളം തെറ്റാതിരുന്നു. അത് വേറൊരു വശമാണ്. വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഈ വാർത്ത രാവിലെ നമ്മൾ കാണുമ്പോൾ. വല്ലാതെ ഒരു സങ്കടം നമ്മുടെ ഉള്ളിലേക്ക് നൽകുന്നുണ്ട്. സന്തോഷമാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്.